പിണറായി വിജയൻ എപ്പോഴെങ്കിലും വിട്ടുകള സില്ലി മാറ്റേഴ്സ് എന്ന മട്ടിൽ അഡ്വൈസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഇതുവരെയും പോയിട്ടൊരു പരാതി പറഞ്ഞിട്ടില്ല. ഇതുവരെയും പോയിട്ട് പരാതി. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമല്ലോ, ആ സമയത്ത് പൊളിറ്റിക്സ് പറയുകയില്ല. ഭാര്യ, ഇവർ രണ്ടുപേരും ഈ ആരോപണത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി അതിനെ എങ്ങനെയാണ് മീറ്റ് ചെയ്യുക? പരസ്പരം ഈ വലിയ ആരോപണ തീച്ചുകളുണ്ടാകുമ്പോൾ പരസ്പരം ഇത് ഡിസ്കസ് ചെയ്യാറുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നു വീണക്ക് കുറെ കൂടി നല്ല കരുത്ത്, മാനസിക കരുത്തുണ്ട്. എനിക്ക് കുറച്ച് കുറവാണ്. അല്ല, നല്ല കരുത്തുണ്ട് എന്ന് ഞാൻ പലപ്പോഴും കരുതിയിട്ടുണ്ട്. കാരണം വ്യക്തിപരമായി ഇങ്ങനെ അറ്റാക്ക് പല നിലയിലും നേരിടുന്നത് സഖാവ് പിണറായി വിജയൻ എത്രത്തോളം അറിയുന്നുണ്ട് എന്ന് പോലും എനിക്കറിയില്ല. സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നത്, അത് ഞാൻ അറിയിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ അത് പിന്നെ ചില പിന്തുണയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്, അത് അയാളെ കഴിവൊന്നുമല്ല എന്ന് സ്വാഭാവികമായിട്ട് പറയുന്ന ആളുകളുണ്ടാവും. സങ്കടം ഒരിക്കലും തോന്നിയിട്ടില്ല എന്ന് പറയുന്നത് കുറച്ച് സങ്കടം തോന്നിയോ? ഈ സങ്കടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മൾ കരഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് നേരെ വരുന്ന കുത്ത് നമ്മൾ തന്നെ അത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അതിൽ പ്രധാനം. രാജീവ് പക വെട്ടിയതാണോ ഇത്തവണ? ഇന്നലത്തെ ഈ പറയുന്ന ഒഴിവാക്കൽ സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ 11-ാം മണിക്കൂറിൽ രാഷ്ട്രീയമായി വലിയ ഉപകാരമായി പോയെന്ന് തോന്നുന്നു. അല്ല, ഞാനതിനെ അങ്ങനെ കണ്ടിട്ടില്ല. മരുമകൻ എന്ന് വിളിച്ച് കോർണർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതൊരു ടേം കോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയമാണത്, രാഷ്ട്രീയമായി തന്നെ എടുക്കുക. രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ പലതരത്തിലുള്ള സംഗതികൾ വരും. അതിനപ്പുറം ഒരു പേഴ്സണൽ സ്പേസിലിരിക്കുമ്പോൾ ഒരു വിഷമം, ഞാൻ ഈ പണി മുഴുവൻ എടുത്ത ആളാണല്ലോ, എന്നിട്ട് എന്നെ ഇങ്ങനെയാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്ന ഒരു സങ്കടം ഒരു മനുഷ്യജീവി നിലയ്ക്കുള്ളിലുണ്ടാവാറുണ്ട്.